ഇവർ വിവാഹിതരായ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഭവാനി പറയുന്നുണ്ട് മുത്തശ്ശിയെടുത്ത്, എനിക്ക് ഇപ്പോൾ തന്നെ ഒരു കാര്യം പറയാനുണ്ട്. എന്താ നീ പറയ്, നിൻ്റെ മോളുടെ കാര്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അമ്മേ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോക്കൊരു ചെറിയ അബദ്ധം പറ്റിയതാ, ഇനി അത് ആവർത്തിക്കില്ല, എന്തായാലും കല്യാണം മുടക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സിന് നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു പെൺകുട്ടിയെ മാത്രമേ എനിക്ക് അവന് നോക്കിക്കൊടുക്കാൻ പറ്റുള്ളൂ. നാളെ ദിവസം ഇനി പറയരുത് എനിക്ക് നോക്കിത്തന്നവർ എന്നെ ചതിച്ചു പോയെന്ന്. അതുകൊണ്ട് ഞാനാണെങ്കിൽ അതനുസരിച്ച് ഞാൻ ഇനി അത് തീരുമാനിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. സൗഭാഗ്യ മുത്തശ്ശിയുടെ ഈ വാക്കുകൾ കേട്ട് ഭവാനി മനസ്സിൽ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ മോക്കൊരു തെറ്റ് പറ്റിയെങ്കിലും അതിപ്പോൾ എന്താ, അവന് തെറ്റ് പറ്റിയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് നീ എന്താ പറഞ്ഞത് എന്ന് സൗഭാഗ്യ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ ഇതിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. ഇനി കൂടുതൽ സംസാരിക്കുകയെന്ന് വേണ്ട, ആദ്യം നീ കുട്ടിക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക, നിൻ്റെ മോക്ക് മനസ്സിലായോ എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും കൊച്ചു കുട്ടിയെന്നാ വിചാരം, എന്തായാലും എല്ലാം കളിപ്രായമായിട്ട് കരുതാതെ എന്തായാലും പക്വതയോട് പെരുമാറാൻ പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഭവാനി ദേഷ്യത്തോടെ അകത്ത് കയറി പോകുന്നുണ്ട്. അങ്ങനെ അജയ് വരുന്നുണ്ട് മുത്തശ്ശിയുടെ അടുത്ത്. അജയ് വന്ന് പറയുന്നുണ്ട്, മുത്തശ്ശി, എനിക്കിപ്പോഴത്തേക്ക് ഒരു കല്യാണത്തിൻ്റെ ആവശ്യമില്ല, ഞാനാണെങ്കിൽ ജോലി കയറിയതല്ലേ ഉള്ളൂ, എനിക്കിനി കുറച്ച് ദിവസം കഴിഞ്ഞ് മതിയെന്നാണ് എൻ്റെ ഒരു തീരുമാനം. അപ്പോഴത്തേക്കും ഭവാനി ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്താ പറയുന്നതെന്ന്. അപ്പോഴത്തേക്കും സൗഭാഗ്യ മുത്തശ്ശി പറയുക, അത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്, ഞങ്ങളുടെ ഒരു ആഘോഷപൂർവ്വമുള്ള ഒരു ജീവിതം നിനക്കുണ്ടാകണം. അതുമാത്രമല്ല, അത്രയും ആഘോഷത്തോടെ തന്നെയാണ് നിൻ്റെ കല്യാണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനി ഒരു മാറ്റവുമില്ല, അതുകൊണ്ട് നീ അതിലൊന്നും പിന്മാറുകയെന്ന് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് ആലോചിച്ചിട്ടേ തീരുമാനമെടുക്കുകയുള്ളൂ, എന്തായാലും കല്യാണം ഉടനെ തന്നെ ഉണ്ടാവും, നിശ്ചയം ആദ്യം നടത്താൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഭൂമിയുടെ കാര്യത്തിലാണെങ്കിൽ വളരെ സങ്കടത്തോടെ ഭൂമി ഹോസ്പിറ്റലിലേക്ക് അച്യുതനെ കൊണ്ടുപോകാനാണ്. അച്യുതനാണെങ്കിൽ നല്ല സുഖമില്ലാത്തത് കാരണം ഭൂമിക്ക് ഭയങ്കര വിഷമത്തോടെ ഇരിക്കുക. ഹോസ്പിറ്റലിൽ പറഞ്ഞു, പൈസ ഇത്തിരി അത്യാവശ്യമാണ്, എന്തായാലും അത് എത്രയും വേഗം കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കാരണം ഭൂമി പ്രയാസത്തോടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ 2-3 പൈസയ്ക്ക് ഓടുന്നുണ്ട്. പക്ഷേ ഒന്നും ശരിയാവുന്നില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഭൂമിയാണെങ്കിൽ പഠിച്ച ഒരു സിസ്റ്ററെ കാണാൻ പോകുന്നുണ്ട്. അവിടുത്തെ അച്ഛനെ കണ്ട് എന്തായാലും സംസാരിക്കണം, ധനസഹായം വല്ലതും കിട്ടുമോ എന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ കത്ത് കൊടുത്ത് അവിടെ എത്തുകയും ആ സിസ്റ്ററാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്താ എങ്ങനെയായി, ഏതാ പൊസിഷനിൽ ഇരിക്കുക, ഒരു ഡോക്ടറാണോ എൻജിനീയറാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഇപ്പോൾ അങ്ങനെയൊന്നും ആയിട്ടില്ല, ഞാനിനി ആ സമയത്ത് പഠിച്ചപ്പോൾ കുറേ സ്വപ്നം കണ്ടതാ, പക്ഷേ എന്ത് ചെയ്യാനാ, ഇന്ന് എനിക്കതിൻ്റെ ആ ഒരു ഭാഗ്യം ഉണ്ടായില്ല എന്ന് ഭൂമി പറയുന്നുണ്ട്. എന്തായാലും നല്ലത് വരട്ടെ എന്ന് പറയുകയും അങ്ങനെ ഭൂമി പറയുന്നുണ്ട്, എനിക്ക് അച്ഛനെ ഒന്ന് കാണണം, ഡോക്ടർ ഒരു കത്ത് തന്നിട്ടുണ്ട്. അങ്ങനെ അച്ഛനെ കാണുകയും ഈ ധനസഹായത്തിൻ്റെ എങ്ങനെയും കൊടുക്കണമെന്ന് സിസ്റ്റർ അടുത്ത് പറയാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെല്ലാവരും കൂടെ സംസാരിക്കുകയും അവരാണെങ്കിൽ ധനസഹായം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ആലോചിക്കാമെന്ന് പറഞ്ഞതല്ലേ, എന്തായാലും ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞ് ഭൂമി തിരിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. ഭവാനിയാണെങ്കിൽ ഏതായാലും അച്യുതൻ്റെ മകള് ആരാണെന്ന സത്യം അറിയണം, അത് അന്വേഷിക്കാൻ വേണ്ടി ആളുടെ അടുത്ത് പറയുന്നുണ്ട്. ഞാൻ കൊന്നു കളയട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയുക ഭവാനി, കൊന്നു കളയാനല്ല പറഞ്ഞത്, ആദ്യം അത് ഭൂമി ആരാണോ എന്നാണ് ആദ്യം കണ്ടെത്തേണ്ടത്. നമ്മുടെ കുടുംബത്തെ എങ്ങനെ നിലനിർത്താം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരുന്നു പണ്ട്. പക്ഷേ അതിലൊരു ചെറിയൊരു മാറ്റം ഞാൻ കൊണ്ടുവന്നു, എല്ലാവരെയും 2 പേരെയും ഞാൻ കാണാതാക്കി കാണാമറയത്ത് വച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നൊരാൾ തിരിച്ചു വന്നു, അച്യുതനെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ എവിടെയോ ഉണ്ട് എന്ന്. പക്ഷേ ആ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിക്കണം,
എന്ന് കണ്ടെത്തേണ്ടത് നിൻ്റെ കടമയാണ്, അതുകൊണ്ട് നീ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് അയാൾ അച്യുതനെയും ഭൂമിയെയും കാണുകയും അങ്ങനെ അവരെ ബേക്കിൽ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഭവാനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ കുടുംബത്തിലെ ഒരു അടയാളം എന്ന് പറയുന്നത് കുട്ടിയുടെ കഴുത്തിൽ അന്ന് അണിയിച്ചൊരു മാലയാണ്, ആ ലോക്കറ്റ്. അതൊക്കെ വെച്ചാൽ മനസ്സിലാക്കുന്നത്. പക്ഷേ അച്യുതനാണെങ്കിൽ അത് നേരത്തെ തന്നെ ഊരി മാറ്റിയിരുന്നു. എന്തോ ആവശ്യത്തിനെന്ന് പറഞ്ഞ് വാങ്ങിച്ചു, പക്ഷേ അത് കഴുത്തിലില്ല എന്ന് അത് അറിയാനുള്ളവർക്ക് അച്യുതന് മാത്രമേ ഉള്ളൂ. പക്ഷേ അയാളെ കണ്ടെങ്കിലും അച്യുതനൊരു സമാധാനം, എന്നാൽ ഈ മാലയുണ്ടെങ്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്നായിരുന്നു. അച്യുതൻ്റെ അടുത്ത് അയാൾ വരികയും കൂടുതൽ സംസാരിക്കാൻ വേണ്ടി എടുക്കുകയും ചെയ്യുന്ന സമയത്ത് ഭൂമിയെ കണ്ടിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അച്യുതനാണെങ്കിൽ വിഷമിച്ച് വീണ്ടും വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് അജയ് ആണെങ്കിൽ ഫോൺ വിളിക്കുന്നുണ്ട് മുത്തശ്ശിയെ. മുത്തശ്ശി, ഇന്ന് നമുക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയിരുന്നാലോ? എനിക്കാണെങ്കിൽ ഒരു മുത്തശ്ശിയും കൊണ്ട് പോകണമെന്ന് വലിയ ആഗ്രഹം തോന്നുക എന്നൊക്കെ പറയുന്നുണ്ട്. അതോ, ഞാൻ ഇന്ന് വരുന്നില്ല, നമുക്കൊരു ദിവസം പിന്നെ പോവാം. ഒരു കാര്യം ചെയ്യുന്നീ, അഞ്ജലി ഒന്ന് വിളിച്ചുകൊണ്ട് പോ. അവളാണെങ്കിൽ ഇവിടെ ഒരിടം കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. നീ ഒന്ന് അവളെ ഇവിടെ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്ക് എന്നൊക്കെ സൗഭാഗ്യ മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ടിട്ട് അജയ് ആണെങ്കിൽ നേരത്തെ വരികയും അങ്ങനെ കൂടെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അഞ്ജലിയെ കൊണ്ടുപോകുന്നത് എന്തായാലും നല്ല കാര്യമാണ് എന്ന് ഭവാനി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ബൈക്കിൽ പോവുകയാണ്. പോയി ഒരു സ്ഥലത്തിരിക്കുന്നുണ്ട്. ഇരുന്നിട്ട് പറയുക, എനിക്കൊരു കാര്യം പറയുവാനുണ്ട് എന്ന് അജയ് പറയുന്നുണ്ട്. എന്താ, പറഞ്ഞോളൂ, ഞാൻ കേൾക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അത് എനിക്ക് പറയാനുള്ള കാര്യം കേട്ട് വേറൊന്നും വിചാരിക്കരുത്. എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ്, പക്ഷേ അത് ആരാന്ന് ചോദിക്കരുത്. അതുകൊണ്ട് എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല എന്നും പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ അഞ്ജന ഭയങ്കര വിഷമത്തിലിരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ നിങ്ങൾ പറയുന്നത്? ഇത്രത്തോളമായിട്ട് നേരത്തെ ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ ഒരാളെ ഇഷ്ടമാണെന്ന് പറയുന്നതിൻ്റെ കാര്യം അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് അഞ്ജന പറയുന്നുണ്ട്. അത് ഞാനൊരു കുട്ടിയെ ഇഷ്ടപ്പെടുന്നെന്ന് വെച്ചാൽ അവളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. അപ്പോഴത്തേക്ക് ചോദിക്കുക, അത് ആരെയാ ഉദ്ദേശിക്കുന്ന, ഭൂമിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അഞ്ജന, അല്ല, അത് നീ പറയരുത്, അങ്ങനെ നീ കരുതിയിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് പറയുക. ഇപ്പം ഞാൻ ആരാന്ന് പറയുന്നില്ല, പക്ഷേ നിനക്കറിയാം ഞാനാണതുകൊണ്ട് ഈ കല്യാണത്തിന് മാറണമെന്ന് ഞാൻ നിൻ്റെ അടുത്ത് പറയുന്നത്. നീ തന്നെ അത് മുത്തശ്ശിയുടെ അടുത്ത് പറയുകയും ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് അജയ് പോകുന്നുണ്ട്. ആ സമയം അഞ്ജന ഓടിപ്പോയിട്ട് പറയുക, മനസ്സിലെന്തോ കരുതിയിട്ടാണ് പറയുന്നത്. എന്തായാലും നിനക്കിഷ്ടമില്ലാത്ത കല്യാണമെങ്കിൽ വേണ്ട, ഞാനാണെങ്കിൽ മുത്തശ്ശി കണ്ട് പറയാം എനിക്കിപ്പോൾ കല്യാണത്തിന് താല്പര്യമില്ലെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ അജയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയും സന്തോഷത്തോടെ പോവുകയും ചെയ്യുന്നുണ്ട്.